പിക്കിൾ വേണമെങ്കിൽ ഞാൻ താഴെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. പിക്കിളിന് വേണ്ടി മാത്രമേ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവൂ. എന്നോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വിളിച്ച് ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല. അഹങ്കാരമായിട്ട്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതെന്ന് പറഞ്ഞാൽ കുറേയധികം പേർക്ക് അറിയാവുന്ന ഒരു സീരിയൽ താരവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീകുട്ടി എന്ന് പറയുന്നത്. കുറേ പേർക്ക് അറിയാമായിരിക്കാം. കഴിഞ്ഞ ദിവസം ശ്രീകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിലെ പോർഷനാണ് നിങ്ങളിപ്പോൾ ആദ്യമേ കണ്ടത്. ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തോ? ആദ്യമേ കേട്ട സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കേൾക്കാം. ആ ഒരു സമയത്ത്, ആ ഒരു വീഡിയോ എടുത്ത സമയത്ത് പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു അച്ചാർ വേണ്ടവർ നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിലൊന്നും വിളിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ചുമ്മാ ആവശ്യമില്ലാതെ എന്നെ വിളിച്ചിട്ട് ഇത് കണക്ക് എന്താ പറയുക, ഞാൻ വീഡിയോ കാണാറുണ്ട്, എൻ്റെ അടുത്ത് സംസാരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിളിച്ച് സംസാരിക്കരുത്, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ എൻഡ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഈ ഒരു വീഡിയോ കാരണം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് പ്രത്യേകിച്ച് ശ്രീകുട്ടിയെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത്, ഫാൻസിനെ എന്തു പുച്ഛമായിട്ടാണോ കാണുന്നത്, ഇങ്ങനെ പറഞ്ഞ് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേയധികം പേര് അൺസബ്സ്ക്രൈബ് അടിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് പിന്നെ ഒന്ന് ആ ഒരു വീഡിയോ, ആ ഒരു ക്ലിപ്പ് പിന്നെ ഒന്ന് കണ്ടു നോക്കിയ സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കും തോന്നി, എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ആരാധകരൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് എന്തോ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. നിങ്ങളടുത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കുറേ പേരുണ്ട്. ചിലപ്പോൾ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങളെ കാണുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുമോ? നിങ്ങൾ സീരിയലിൽ അഭിനയിച്ച സമയത്ത് ഇതേ കണക്കൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു, ചിലപ്പം വിളിച്ച് കാണും, സംസാരിച്ച് കാണും, അതൊക്കെ നല്ല കാര്യമല്ലേ എന്ന് ഞാനും ചിന്തിച്ചു. പക്ഷേ ആ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ കുറേയധികം പേര് ശ്രീകുട്ടി സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് സംഭവം? അവരിട്ട ആ ഒരു കമൻറ്റൊക്കെ നോക്കിയ സമയത്ത് ഇതുപോലെ നേരത്തെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് റൈറ്റായുള്ളൊരു കാര്യമാണ്. ഇപ്പം നേരത്തെ ഇതേ കണക്ക് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറേയധികം വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ആ ടോൺ ഇത്തിരി ഭയങ്കര ഹാർഷായി പോയെന്ന് പറഞ്ഞ് കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കുറേയധികം പേര് അതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ശ്രീകുട്ടി സംസാരിക്കാറുള്ളത്. ശ്രീകുട്ടിയാണെങ്കിൽ എന്തുണ്ടെങ്കിലും നേരെ മുഖത്ത് നോക്കി പറയും. ചിലപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, കറക്റ്റായിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്, പക്ഷേ ഇങ്ങനത്തെ ഉള്ള ടോണാണെന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് അതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഓക്കെ, അങ്ങനെ സംസാരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അവർ നല്ല രീതിയിലായിരിക്കും പറയുന്നത്, ചിലപ്പോൾ അവർ ടോൺ ശരിയായില്ലെങ്കിലും നമ്മൾ അങ്ങനെയും തെറ്റിദ്ധരിക്കാം. എനിക്ക് ശ്രീകുട്ടിയുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പം അത് കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന കുറേയധികം ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. കുറേയധികം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് നോക്കി ചെയ്യുക. കാരണം അത് കാരണം കുറേയധികം ആരാധകർക്ക് ബുദ്ധിമുട്ട് വന്നാലോ. അതിനെപ്പറ്റി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ചിലവർ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ ടോണൊക്കെ വരും. പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇത്തിരി പ്രായത്തിലൊക്കെ, ഞങ്ങളുടെയൊക്കെ പ്രായത്തിലൊക്കെ മൂത്ത കുറേ പേര് നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇതാണൊക്കെ സംസാരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇത്ര ആർഷായിട്ട് സംസാരിക്കുക എന്ന് ചിലപ്പം വിചാരിക്കാറുണ്ട്. പക്ഷെ അവരുടെ ടോൺ എങ്ങനെ തന്നെ ആയിരിക്കും. ശ്രീകുട്ടി അതേ കണക്കായിരിക്കും സംസാരിച്ചത്. എന്നിരുന്നാലും കുറച്ച് അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി. കുറേയധികം പേര് അതിൻ്റെ പേരിൽ നെഗറ്റീവ് കമൻസ് ആയിരുന്നു. സോ അവർക്കും, അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് അറിയാമെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? നിങ്ങൾ എന്തിനാണ് അങ്ങനെ സംസാരിച്ചതെന്ന് കുറേയധികം പേര് ചോദിക്കുന്നു. ഇനി ആദ്യമായിട്ട് കാണുന്നവരാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവരെ ഫോളോ ചെയ്യുന്നവർക്ക് കുറേയധികം പേര് കമൻറ്റ്സ് ഇടുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അവരിങ്ങനെയാണെന്നുള്ളൊരു കാര്യം. അതറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ കമൻറ്റ് ഇടുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അവരങ്ങനെ പറയാം, അവർ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. അവരെ ടോൺ അങ്ങനെയാണെങ്കിൽ അപ്പം അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് മനസ്സിലാവുന്നില്ല. സോ എനിക്ക് ശ്രീകുട്ടി എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം. കുറേയധികം പേർക്ക് അത് കാരണം വിഷമം വന്നിട്ടുണ്ട്. അതാണ് അൺസബ്സ്ക്രൈബ് അടിച്ച് പോയിട്ടുള്ളത്. സോ അവരുടെ അടുത്ത് ജസ്റ്റ് ഒരു ക്ഷമ ചോദിക്കാൻ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അവർ കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ടാൽ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ.